കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ അന്തിചർച്ചാ വീരന്മാരും ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേകം തരം ബുദ്ധിജീവികളും കൂടി ഇവിടെ എന്തൊക്കെയായിരുന്നു പുകില്. അയോധ്യയിൽ രാമക്ഷേത്രം തകർന്നു, ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ വെള്ളിക്കട്ടികൾ അപ്പാടെ മുക്കി, യോഗി ആദിത്യനാഥ് എവിടെ പോയി, നരേന്ദ്രമോദി എന്തുകൊണ്ട് മിണ്ടുന്നില്ല, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് വീണ് കിട്ടിയ വലിയൊരു ആയുധമായിരുന്നു ഇത്. BJPയെയും കേന്ദ്ര സർക്കാരിനെയും അയോധ്യയുടെ പേരിൽ നാറ്റിക്കാൻ കിട്ടിയ സുവർണാവസരം ആഘോഷമാക്കിയവർ. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കള്ളം പറഞ്ഞ നാവുകൾ കൊണ്ട് ഇന്ന് സത്യം വിളിച്ചു പറയാൻ മടിക്കുന്ന മാധ്യമങ്ങളുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സത്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അയോധ്യയിലെ വെള്ളി എങ്ങോട്ടും പോയിട്ടില്ല, അത് സുരക്ഷിതമാണ്. എന്താണ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ സംഭവിച്ചത്? മാധ്യമങ്ങൾ വളച്ചൊടിച്ച കള്ളക്കഥയും യോഗിയുടെ പോലീസ് കണ്ടെത്തിയ യഥാർത്ഥ സത്യവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കാദ്യം ഈ വിവാദത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം. അടുത്ത വർഷം ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വളരെ ആസൂത്രിതമായി കെട്ടിപ്പൊക്കിയ ഒരു കുപ്രചാരണമായിരുന്നു ഇത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുതൽ നമ്മുടെ നാട്ടിലെ പ്രാദേശിക ചാനലുകൾ വരെ വലിയ വലിയ തലക്കെട്ടുകൾ നൽകി രാമക്ഷേത്രത്തിൽ വൻ വെള്ളിക്കൊള്ള, ഭക്തരുടെ കണ്ണീരൊഴുക്കി കോടികൾ മുക്കി എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ഇത് കേട്ടതോടെ പ്രതിപക്ഷത്തിന് ലോട്ടറി അടിച്ചതുപോലെയായി. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കടുത്ത ആയുധങ്ങളുമായി രംഗത്തിറങ്ങി. BJPയും അയോധ്യ പ്രസ്ഥാനത്തെയും ജനങ്ങൾക്ക് മുന്നിൽ മോശക്കാരാക്കാൻ അവർ ഈ വ്യാജ വാർത്തയെ പരമാവധി ഉപയോഗിച്ചു. യോഗി സർക്കാർ മൗനത്തിലാണ്, കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തുള്ളിച്ചാടി. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിലും യാതൊരു പ്രകോപനവുമില്ലാതെ കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം SIT ക്ഷേത്രത്തിലെ മുഴുവൻ രേഖകളും പരിശോധിക്കാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പ്രചരിച്ച 3 പ്രധാന കേസുകളിലാണ് SIT ആഴത്തിലുള്ള അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കേട്ടാൽ ഈ കുപ്രചാരണം നടത്തിയവർ നാണിച്ച് തലതാഴ്ത്തേണ്ടി വരും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഔദ്യോഗിക അക്കൗണ്ട്സ് ബുക്കുകളും രജിസ്റ്ററുകളും പരിശോധിച്ചപ്പോൾ ഭക്തർ നൽകിയ ഓരോ തരി വെള്ളിയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ 1 കിലോഗ്രാം വെള്ളി പോലും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഭക്തരുടെ സംഭാവനകൾ പൂർണ്ണ സുതാര്യതയോടെയാണ് ട്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് SIT തെളിവുകൾ സഹിതം സമർപ്പിച്ചു. ഇനി നമുക്ക് ആ 3 കേസുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തെ കേസ് അനുരാഗ് റസ്ദോഗി എന്ന ഭക്തൻ സമർപ്പിച്ച വെള്ളി ഇഷ്ടികകളെ കുറിച്ചായിരുന്നു. ഇദ്ദേഹം നൽകിയ വെള്ളി കാണാനില്ല എന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ SIT രേഖകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മറ്റൊന്നാണ്. ഇദ്ദേഹത്തിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി ട്രസ്റ്റിന് വെള്ളി ലഭിച്ചിട്ടുണ്ട്. 2020 ജൂലൈ 21 ആദ്യഘട്ടമായി 38 കിലോഗ്രാം വെള്ളിയും തൊട്ടടുത്ത ആഴ്ച അതായത് ജൂലൈ 29 25 കിലോഗ്രാം വെള്ളിയും കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെള്ളി മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുരുക്കി ബാങ്കിന്റെ അതിസുരക്ഷിതമായ ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് ഇന്നും അവിടെ സുരക്ഷിതമായി തന്നെയുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് വിശ്വാസ് ഹിന്ദി സേവാ സമാജത്തിന്റെ പ്രസിഡന്റ് രാജു മണ്ടാനി ബന്ധപ്പെട്ടതാണ്. സിംഗി സമുദായം 200 കിലോഗ്രാമോളം വരുന്ന 8 വെള്ളി ഇഷ്ടികകൾ നൽകിയെന്നും അതിന് രസീത് ലഭിച്ചിട്ടില്ലെന്നുമുള്ള വാർത്തകൾ വന്നതോടെയാണ് വെള്ളി കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ വെള്ളി ഇഷ്ടികകളെല്ലാം അതിന്റെ പരിശുദ്ധി പരിശോധിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി ഭാരത സർക്കാരിന്റെ കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഭാരതത്തിലേക്കാണ് അയച്ചത്. ഔദ്യോഗിക ലിസ്റ്റിലെ സീരിയൽ നമ്പർ 96 പ്രകാരം 10 മുതൽ 17 വരെയുള്ള പെട്ടികളിൽ സൂക്ഷിച്ചിരുന്ന ഈ വെള്ളി ചട്ടങ്ങൾക്കനുസരിച്ച് ഒരുക്കിയതാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ട്രസ്റ്റിന്റെയും കോർപ്പറേഷന്റെയും ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് മുംബൈയിലെ വ്യവസായിയായ അനിൽ വിശ്വകർമ്മയുടേതായിരുന്നു. അദ്ദേഹം സമർപ്പിച്ച വെള്ളിമാലയും ചെരുപ്പും മോഷ്ടിക്കപ്പെട്ടു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഇതും പൂർണ്ണമായും കള്ളമാണെന്നും ഈ വസ്തുക്കൾ ഇപ്പോഴും ട്രസ്റ്റിന്റെ കസ്റ്റഡിയിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതായത്
മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിച്ച വെള്ളിമോഷണം 100% കെട്ടിച്ചമച്ച ഒന്നായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് അവിടെ അന്വേഷണം നടന്നത്? എന്തിനാണ് ആളുകളെ അറസ്റ്റ് ചെയ്തത്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിലപിടിപ്പുള്ള വെള്ളിക്കട്ടികളോ സ്വർണമോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് ക്ഷേത്രത്തിലെ ദൈനംദിന കാണിക്ക വഞ്ചികളിൽ ഭക്തർ ഇടുന്ന പണത്തിൽ ചില ജീവനക്കാർ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചു. കാണിക്ക എണ്ണുന്നതിലെ അപാകതകൾ ട്രസ്റ്റ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് ശക്തമായ നടപടിയെടുത്തു. SIT ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യുകയും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനുൽകപ് മിശ്ര ഉൾപ്പെടെ 8 ക്ഷേത്ര സേവകരെയും സാങ്കേതിക ജീവനക്കാരെയും പൊക്കി അകത്തിടുകയും ചെയ്തു. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് യോഗി സർക്കാർ ചെയ്തത്. ഇതാണ് സുഹൃത്തുക്കളെ യഥാർത്ഥ സംഭവം. ഭക്തരുടെ പണം മോഷ്ടിച്ച കള്ളന്മാരെ യോഗിയുടെ പോലീസ് അകത്താക്കിയപ്പോൾ ഇവിടെ ചിലർ പ്രചരിപ്പിച്ചത് ക്ഷേത്രത്തിലെ വെള്ളി മുഴുവൻ BJPക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് കടത്തിക്കൊണ്ടുപോയി എന്നാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും ഒന്ന് പ്രതിരോധത്തിലാക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിൻ്റെയും അതിന് കൂട്ടുനിന്നവരുടെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണത്. അയോധ്യയിലെ രാമക്ഷേത്രം കോടിക്കണക്കിന് ഭക്തരുടെ വികാരമാണത്. അവിടെ ഒരു അഴിമതിയും നടക്കാൻ ഈ സർക്കാർ അനുവദിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വേഗതയേറിയ SIT അന്വേഷണവും അറസ്റ്റും. ഈ സംഭവത്തിലൂടെ രാജ്യം കണ്ടത് യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരിയുടെ സുതാര്യതയും നിശ്ചയദാർഢ്യവുമാണ്. സാധാരണ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഭരണകൂടങ്ങൾ പ്രതിരോധത്തിലാകാറുണ്ട്. എന്നാൽ ഇവിടെ യോഗി സർക്കാർ ചെയ്തത് എന്താണ്? ഭയന്ന് ഒളിച്ചോടുകയല്ല ചെയ്തത്. ഉടനടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. ക്ഷേത്ര ട്രസ്റ്റിന്റെ എല്ലാ അക്കൗണ്ടുകളും രേഖകളും അരിച്ചു പെറുക്കി പരിശോധിക്കാൻ ഉത്തരവിട്ടു. ആ അന്വേഷണത്തിൽ ഭക്തർ നൽകിയ വലിയ സംഭാവനകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതോടൊപ്പം തന്നെ ദൈനംദിന കാണിക്ക വഞ്ചിയിൽ കൈയിട്ട് വാരാൻ നോക്കിയ കള്ളന്മാരെ വെറുതെ വിട്ടതുമില്ല. അവർ സ്വന്തം ജീവനക്കാരാണോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ സേവനക്കാരാണോ എന്ന് പോലും നോക്കിയില്ല. തെറ്റ് ചെയ്തവർ ആരായാലും യോഗിയുടെ UPയിൽ അവർക്ക് സ്ഥാനം ജയിലിനുള്ളിലാണെന്ന് തെളിയിച്ചു. ഇനി അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും യോഗി ആദിത്യനാഥും പ്രശംസയല്ലേ അർഹിക്കുന്നത്? ഭക്തരുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഈ യോഗി മോഡൽ സുതാര്യതയെ പ്രതിപക്ഷം പോലും മാതൃകയാക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ വാർത്ത കേട്ടപാടെ ട്വിറ്റുകളും പ്രസ്താവനകളുമായി ചാടി വീണു. അവർ വിചാരിച്ചത് 2026 കേന്ദ്ര സർക്കാരിനെ തളർത്താൻ കിട്ടിയ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം ഇതാണെന്നാണ്. പാർലമെന്റിലും പുറത്തും ഇത് വലിയ ചർച്ചയാക്കാൻ പ്രതിപക്ഷം അണിയറയിൽ തിരക്കഥകൾ മെനയുന്നുണ്ടാവായിരിക്കാം. പക്ഷെ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇത് പണ്ടത്തെ ഭരണകാലത്തെ പോലെ അഴിമതികൾ പരവതാനിക്കിടയിൽ ഒളിപ്പിക്കുന്ന കാലമല്ല. ഇത് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ഭരണകാലമാണ്. പ്രതിപക്ഷത്തിന്റെ കയ്യിലിരിപ്പ് വെച്ച് അവർ വിചാരിച്ചു ക്ഷേത്ര ട്രസ്റ്റും കാര്യങ്ങൾ ഒതുക്കി തീർക്കുമെന്ന്. എന്നാൽ യോഗി സർക്കാർ മിന്നൽ വേഗതയിൽ SITയെ വിട്ട് സത്യം പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ ആയുധം വെറും തുരുമ്പിച്ച കത്തിയായി മാറി. ഇപ്പോൾ ഒരൊറ്റ പ്രതിപക്ഷ നേതാവിനും ഈ വിഷയത്തിൽ മിണ്ടാട്ടമുണ്ടാവില്ല. കിട്ടിയ ആയുധം തിരിച്ചടിച്ച് സ്വന്തം നെഞ്ചത്ത് തന്നെ കൊള്ളുന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ. ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ഈ വാർത്ത ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ രംഗത്തിറങ്ങി. അവർ വിചാരിച്ച ഈ ഒരൊറ്റ ആരോപണം കൊണ്ട് കേന്ദ്ര സർക്കാരിനെ അഴിമതിക്കാരാക്കി ചിത്രീകരിക്കാമെന്ന്. എന്നാൽ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് മോദി യോഗി കൂട്ടുകെട്ട് കാണിച്ചു കൊടുത്തു. പ്രതിപക്ഷം ബഹളം വെച്ചപ്പോൾ രണ്ടുപേരും അനാവശ്യ പ്രസ്താവനകൾക്ക് മുതിരാതെ സൈലന്റായി തങ്ങളുടെ ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു. വെള്ളിക്കഥ കള്ളമാണെന്ന് തെളിഞ്ഞു. പക്ഷേ യോഗി ആദിത്യനാഥ് അവിടെ കൊണ്ടും നിർത്തിയില്ല. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികളിലെ പണത്തിൽ ചില ജീവനക്കാർ തിരിമറി നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് ട്രസ്റ്റിന്റെ ഓഡിറ്റിൽ മുൻപ് സൂചനയുണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അയോധ്യയിലെ വെള്ളി കൊള്ളയടിക്കപ്പെട്ടു എന്ന് വിളിച്ചു കൂവിയപ്പോൾ അത് ഒളിപ്പിച്ച യഥാർത്ഥ സത്യം ഇതാണ്. ഭക്തരുടെ വലിയ സംഭാവനകളെല്ലാം മോദി സർക്കാരിന്റെ ഡിജിറ്റൽ സുരക്ഷയിൽ പൂർണ്ണ സുരക്ഷിതമാണ്. കാണിക്ക വഞ്ചിയിൽ കൈവയ്ക്കാൻ നോക്കിയ ചെറിയ കള്ളന്മാരെയാകട്ടെ യോഗിയുടെ പോലീസ് അകത്താക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ ഇത്രയും ആവേശത്തോടെ ഓടിയത്? അതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയെയും വികസനത്തിന്റെയോ ക്രമസമാധാനത്തിന്റെയോ പേരിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ്
എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.